ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ജോലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാസത്തിൽ 6 ദിവസമാണ് ഡ്യൂട്ടി ഉള്ളത്, 5 അല്ലെങ്കിൽ 6 ദിവസം. അപ്പോൾ അവർ നാളെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അവർ ഇന്ന് മെസ്സേജ് അയക്കും നാളെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും, നേരത്തെ ഇൻഫോം ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഈ മാസം എനിക്ക് 2 അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നേരത്തെ ഇൻഫോം ചെയ്തു. അപ്പോൾ ആ ദിവസം അവർ ഡ്യൂട്ടി തരത്തില്ല, ബാക്കി ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ഡ്യൂട്ടി റെഡിയാക്കി തരും. ഇപ്പം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവരത് മാറ്റി വേറെ ദിവസത്തേക്ക് റെഡിയാക്കി തരും. ഞാൻ ചെയ്യുന്നത് മിനി ജോബാണ്. ടൈൽ സൈറ്റൊക്കെ ആണെങ്കിൽ 16, 17, 15, 16 അങ്ങനെ ദിവസങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടാവും, 8 മണിക്കൂർ വെച്ചിട്ട്. ഞാൻ മിനി ജോബ് ആയതുകൊണ്ടാണ് എനിക്ക് 5 ദിവസം ജോലി വരുന്നത്, 5 അല്ലെങ്കിൽ 6, മാക്സിമം 6. അതുപോലെ തന്നെ ഇപ്പം കൂടുതൽ ഡ്യൂട്ടി ഉള്ള സമയത്ത് അവർ നമ്മളോട് ചോദിക്കും ഡ്യൂട്ടി എടുക്കാൻ പറ്റുമോ, അതായത് ഇപ്പം 6 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 7, 8, 9 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം അതിന് കുറച്ച് പണിയെടുത്താൽ മതി, നമുക്ക് അതിനുള്ള സാലറി കിട്ടുകയും ചെയ്യും. ഞാൻ അങ്ങനെ 2 3 പ്രാവശ്യം എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് ഞാൻ പോയി ജോലി ചെയ്തായിരുന്നു. അപ്പം അടുത്ത മാസം, ഇപ്പോൾ ഈ മാസം കൂടുതൽ ജോലിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമ്മൾ കുറവ് പണിയെടുത്താലും ഫുൾ സാലറി കിട്ടും. ഇപ്പോൾ 3 എക്സ്ട്രാ ഉണ്ടെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫുൾ മിനി ജോബിൻ്റെ സാലറി കിട്ടും. ഇവിടെ കൊറിയർ വന്നു. ഞാനൊരു 5-6 ദിവസം മുന്നേ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഐവാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ നീലുവിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കണം. വിൻഡോ തുറക്കാതിരുന്നിരുന്നിരുന്ന് ഫുള്ള് ചെളിയായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ വിൻഡോ നല്ല നീറ്റായി. നേരത്തെ ഫുള്ള് പൊടി മഞ്ഞ് കാരണം ഞങ്ങളങ്ങനെ തുറക്കാറില്ലായിരുന്നു, അതുകൊണ്ട് ഫുള്ള് പൊടിയൊക്കെ പിടിച്ചാകെ വൃത്തികേടായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല വൃത്തിയായി. ഇതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ചെളിയായിരുന്നു, അപ്പം അതെല്ലാം ഞാൻ വൃത്തിയാക്കി. ഇപ്പോൾ വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കളർ, റൂമിന് ഈ കളർ വന്നേക്കുന്നത്. ഡെയിലി പഠിക്കുക, പിന്നെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ ചെയ്യുക, പിന്നെ ഫുഡ് ഉണ്ടാക്കുക, പിന്നെ നീനിനെ കൂട്ടാൻ പോവുക, തിരിച്ചു വരിക, ചായ കുടിക്കുക, വർക്കൗട്ട് ചെയ്യുക, പിന്നെ കുറച്ച് യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുക, ജർമ്മൻ വീഡിയോസ് കാണുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് ലീവുള്ള സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലേക്കൊക്കെ ഒന്ന് പോകും, പുറത്ത് പോയി ഫുഡ് കഴിക്കും, അതുപോലെ വേറെ എവിടെയെങ്കിലും ചുമ്മാ അങ്ങനെ കറങ്ങാൻ പോകും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ. ഞാനിപ്പോൾ മിനി ജോബ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിനി ജോബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് പഠിക്കാൻ ഫ്രീ, അതായത് പൈസ അവർ പേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വേറെ ഏതെങ്കിലും ഫുൾ സൈറ്റോ അല്ലെങ്കിൽ ടൈൽ സൈറ്റോ ഒക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് പേ ചെയ്യത്തില്ല, നമ്മൾക്ക് അത് അവർ അലോ ചെയ്യത്തില്ല. നമ്മളിപ്പോൾ മിനി ജോബ് ഉള്ളൂ, നമുക്ക് പഠിക്കാനുള്ള പൈസ ഇല്ല എന്ന് ഗവൺമെൻറ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജോബ് സെൻറ്റർ നമുക്ക് വേണ്ടിയിട്ട് പേ ചെയ്യും. അതിന് ബംഫ് എന്നാണ് പറയുന്നത്, BAMF. ആ എമൗണ്ട് നമുക്ക് ഗവൺമെൻറ് വഴി ഒരു പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് പഠിക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പം മിനി ജോബ് ചെയ്യുന്നത്. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഫുൾ സൈറ്റൊക്കെ ചെയ്യാം, ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ജോലി നോക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഫാർമസിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ജോലിക്കൊന്നും പോവാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ജോലി കിട്ടി ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും, പിന്നെ നമ്മളതിനെപ്പറ്റി പഠിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും വേണ്ടല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് മാത്രം, ഫുൾ ടൈം ജോലിക്ക് മാത്രം പോയാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മിനി ജോബ് ചെയ്ത് പഠിക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ അങ്ങ് ക്ഷമയോടെ പോകുന്നു. ജോലിക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ജോലിക്ക് പോകാൻ വേണ്ടതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നീനെ കൂട്ടാൻ വേണ്ടി പോവാണ്. സമയം 2:05, ഇന്ന് കുറച്ച് ലേറ്റായി. രണ്ടേ 12 അല്ലേ, നമുക്ക് അടിച്ചിട്ട് പോകാൻ തരും. അതെങ്ങനെ കൂടിയാലോ? നമസ്കാരം. നമ്മൾ സൂപ്പർ ഹിറ്റിന് എടുക്കും. ഫുള്ളടിക്കാം അല്ലേ? അമ്മേ ഫുള്ളടിക്കാം. ഇപ്പൊ തന്നെ 45 46 എന്തായാലും 100 ആവും.
യൂറോയോ? കാരണം ഓൾമോസ്റ്റ് ഫുള്ള് തീർന്നായിരുന്നു. 2 യൂറോയാണ്. 2 യൂറോ 12 സെന്റാണ്. 96 യൂറോ 45 ലിറ്റർ. ഇവിടെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് ഇവിടുത്തെ കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ പൈസ പേ ചെയ്യണം. പെട്രോളൊക്കെ അടിച്ചു. വണ്ടിയിൽ എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു. പെട്രോൾ അടിച്ചു. ഞാൻ ഡീനറെ കൂടി തിരിച്ചു വന്നു. ഞാൻ 45 ലിറ്റർ അടിച്ചതിന് 96 യൂറോയായി. ഇപ്പോൾ 2 യൂറോ 12 സെൻറ്റാണ്. ഞങ്ങൾ 1 യൂറോ 70 സെൻറ്റിനൊക്കെ 1 ലിറ്റർ കഴിഞ്ഞ മാസമായി യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 2 യൂറോയാണ് സൂപ്പർ ഹീറ്ററിന്, അതായത് പെട്രോളിന്, നോർമൽ പെട്രോളിന് പൈസ വരുന്നത്. ഭയങ്കര പൈസയാണിപ്പോൾ. സാധനങ്ങൾക്കും പൈസ കൂടി, അതുപോലെ പെട്രോളിനും പൈസ കൂടി ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.